ശ്രീ കുഞ്ഞമ്മദൂട്ടി മാസ്റ്റർ. സർ, ദുരന്ത നിവാരണ രംഗത്ത് ലോകോത്തര മാതൃകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പും മറ്റൊരു മാതൃകയായി മാറുമെന്ന് ഉറപ്പാണ്. അഭിനന്ദനങ്ങൾ. എൻ്റെ ചോദ്യം ഇതാണ്: മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഏത് ഘട്ടത്തിലാണ്? യെസ്, ബഹുമാനപ്പെട്ട CM. ഓർഡർ പ്ലീസ്. സർ, ഈ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ നിന്നും 64.4705 ഹെക്ടർ സ്ഥലമാണ് സർക്കാർ ഏറ്റെടുത്തത്. ടൗൺഷിപ്പിൻ്റെ ഭാഗമായി 410 വീടുകളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാവുന്ന രീതിയിലാണ് നിർമ്മാണം. ടൗൺഷിപ്പ് നിർമ്മാണം നല്ല രീതിയിൽ ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരികയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാമോ? യെസ്, ബഹുമാനപ്പെട്ട CM. സർ, ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ജില്ലാതലത്തിൽ ജില്ലാ കലക്ടർ ചെയർപേഴ്സണും ടൗൺഷിപ്പ് പ്രോജക്റ്റ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കൺവീനറുമായി കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നിശ്ചിത ഇടവേളകളിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഈ കമ്മിറ്റി ഉറപ്പാക്കുന്നുണ്ട്.